ഹലോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്ന ബ്ലോക്സസ് ആണ്. അപ്പോൾ ഇത് ബ്ലോക്സസിൻ്റെ പാർട്ട് 6 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ല ഗൈസ്, നമ്മൾ കുറച്ച് ഗ്രൈൻഡിങ് കാണിച്ച് കുറച്ച് ഇതൊക്കെ ആവാൻ പോകുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ശരി, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ വീഡിയോനുള്ളിൽ പോകുക. എനിക്ക് പിന്നെ ബുദ്ധ ഫ്രൂട്ട് കിട്ടി ഗൈസ്. ബുദ്ധ ഫ്രൂട്ട് കണ്ട ഗൈസ്, ബുദ്ധ ഫ്രൂട്ട് കിട്ടി ഗൈസ്. ഇനി ഒരു കാര്യമൊക്കെ പറയണം ഗൈസ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം ഗൈസ്. പിന്നെ എൻ്റെ ഐറ്റംസിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും ഗൈസ്. എൻ്റെ ഐറ്റംസിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധ ഫ്രൂട്ട് സ്റ്റോറിൽ അല്ല, ഐറ്റംസ് ഒന്നും എടുത്ത് കഴിച്ചാണ് ഗൈസ് ചിലർ വിചാരിക്കുന്നുണ്ടാവും. അല്ല ഗൈസ്, നമ്മുടെ ബുദ്ധ ഫ്രൂട്ട് പോയി ഗൈസ്. നമ്മുടെ ബുദ്ധ ഫ്രൂട്ട് എങ്ങനെ പോയി വെച്ചാൽ, ഞാൻ ബുദ്ധയ്ക്ക് പകരം മേമത്ത് വെച്ചു. എന്തുകൊണ്ടാ? അല്ല, അത് നമ്മുടെ മുഖം യെല്ലോ കളറായിരിക്കും ഗൈസ്. കുഴപ്പമില്ല. അവർക്ക് സ്പൈക്ക് ഫ്രൂട്ട് കഴിക്കുന്നു ബ്രോ, സ്പൈക്ക് ഫ്രൂട്ട് എടേ. അതാ ശരി, അവരെന്തോ പറ്റി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ബുദ്ധ ഫ്രൂട്ട് കൊടുത്തു ട്രേഡിന്. ബുദ്ധ ഫ്രൂട്ട് കഴിച്ചാൽ നമുക്ക് മാമത്ത് ഫ്രൂട്ട് കിട്ടി. മാമത്ത് ഫ്രൂട്ട് കിട്ടി എന്താണെന്നറിയില്ല ഗൈസ്. മാമത്ത് ഫ്രൂട്ട് കിട്ടിയപ്പോഴേക്കും ആർക്കും പിടിച്ചില്ല തോന്നുന്നു ഗൈസ്. മാമത്ത് ഫ്രൂട്ട് അതിനെ നമ്മുടെ പോയി ഗൈസ്. മാമത്ത് ഫ്രൂട്ട് അൺസ്റ്റോർ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു മാഗ്മ യൂസർ വന്ന് പോയി. ശരി, അത് കുഴപ്പമില്ല ഗൈസ്. ശരി പറഞ്ഞിട്ട് നമുക്ക് സൗണ്ട് ഫ്രൂട്ട് കിട്ടി. റോൾ ചെയ്തപ്പോൾ സൗണ്ട് ഫ്രൂട്ട് കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ഫീനിക്സ് ഫ്രൂട്ട് സൗണ്ടിന് വരെ ഫീനിക്സ് എനിക്ക് കിട്ടി. അത് കിട്ടിയിട്ട് ഞാൻ ഓക്കെ, അത് ഇത്തിരി ഗുഡാണ്. പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഗൈസ്. നോ ഐറ്റംസ് ഫൗണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഈ ബുദ്ധ ഫ്രൂട്ടൊക്കെ നമ്മൾ ബ്ലോക്സ് ഫ്രൂട്ട് ഡീലറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ബുദ്ധ വാങ്ങിക്കണം വിചാരിച്ചിരുന്നതാണ്. അപ്പോഴേക്കും ബുദ്ധ സ്റ്റോക്കിലുണ്ടായിരുന്നു. കണ്ണടച്ച് വാങ്ങിച്ചു ഗൈസ്. അതാ നടന്നു ഗൈസ്. ഓക്കെ, പക്ഷെ എനിക്ക് വിഷമമുണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ ശരി, നമ്മുടെ ഈ കഥയിൽ വരെ ഗൈസ്. ഓക്കെ, അത് അപ്പം പോയതാണ് ഗൈസ്. എപ്പം പോയത് വെച്ചാൽ അപ്പം പോയതാണ് ഗൈസ്. ആ ബുദ്ധ ഫ്രൂട്ട് അല്ല ഗൈസ്, ആ ബുദ്ധ ഫ്രൂട്ട് പിന്നെ ഇല്ല, ഒന്നും പറയണില്ല ഗൈസ്. പിന്നെ നമ്മളിനി ഗ്രൈൻഡ് അടിക്കുക ഗൈസ്. ആ കാര്യം കൂടി ഗൈസ്. നമ്മൾ അത് ഗൈസ് ലാഗ് കൊണ്ടാ നമ്മളിനി ഗ്രൈൻഡ് അടിക്കാം. ഗ്രൈൻഡ് അടിക്കാൻ പോകും ഗൈസ്. ഓക്കെ, പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വീഡിയോ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, കുഴപ്പമില്ല ഗൈസ്. അതിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ 810 ലെവലുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ബുദ്ധയൊക്കെ അവേക്കൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരില്ല, അവേക്കൻ ചെയ്യണം ഗൈസ്. എങ്ങനെയാണ് നമുക്ക് അവേക്കൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ബുദ്ധ എല്ലാം അവേക്കൻ ചെയ്യണം ഗൈസ്. അവേക്കൻ ചെയ്യണം ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ സർവറിൽ മുഴുവൻ ഹാക്കറാണ് ഗൈസ്. അല്ല, നമ്മൾ സെർവറിലല്ല, കുറേ സെർവറിൽ പോയി നോക്കുമ്പോൾ മുഴുവൻ ഹാക്കറില്ല. പിന്നെ മടുത്ത് ഞാൻ ബ്ലോഗ്സ് നിർത്തി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്ന സോറി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഒരു 813 ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ആ ലെവൽ വരെ നമ്മൾ ഇനി കുറച്ചും കൂടി ഗ്രൈൻഡ് അടിക്കണം. നമ്മളിനി അടുത്ത് ഇലക്ട്രിക് വാങ്ങിക്കണം എന്ന് തോന്നുന്നു ഗൈസ്. നമ്മളിനി ഇലക്ട്രിക് വാങ്ങിക്കണം കമൻറ്റ് ഗൈസ്. ഇലക്ട്രിക് വാങ്ങിക്കുക ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് വാങ്ങിക്കുക ഗൈസ്. അടുത്ത വീഡിയോ എന്തായാലും നമുക്ക് സെറ്റപ്പ് ആക്കാം അടുത്ത വീഡിയോയിൽ ഗൈസ്. അപ്പോൾ ഇത് പാർട്ട് 6 ആണ്. ഓക്കെ, നമുക്ക് തന്നെ ഗ്രൈൻഡ് അടിക്കാം. ഫാക്ടറി സ്റ്റഫ്. ഓക്കെ, നമുക്ക് അടുത്ത് ഡിഫീറ്റ് ചെയ്യാനും അടുത്ത നമ്മളൊരു 850 ലെവലെത്തുമ്പോൾ നമ്മൾ ജർമ്മീനെ ഡിഫീറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകേണ്ട ഗൈസ്. വേറെ അങ്ങോട്ടൊക്കെയോ പോകേണ്ട ഗൈസ്. പിന്നെ ഈ നമ്മുടെ റൈഡില്ലേ, റൈഡ് എത്രാമത്തെ ലെവലിലാണ് നമുക്ക് അൺലോക്ക് ആവുകയെന്ന് പറയുക ഗൈസ്. എത്രാമത്തെ ലെവലിലാണ് നമുക്ക് റൈഡിനൊക്കെ പോകണമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി നോക്കുമ്പോൾ റൈഡിനുള്ള ഹോട്ട് ആൻഡ് കോൾഡ് എവിടെയാണെന്ന് എനിക്കറിയാം. അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പോയിട്ട് ഇതൊക്കെ അടിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് എത്രയോ ലെവലാണ് ഞാൻ അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അത് 1100 ലെവൽ. അതെനിക്ക് കറക്റ്റായി പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ റൈഡ് അടിക്കുകയും
ഈ ഗ്രൈൻഡൊക്കെ വലിയ പാടൊന്നുമില്ല. ഉണ്ടോ ഇങ്ങനത്തെ കുറേ പേരിങ്ങനെ വന്നിട്ട് നമ്മളടിച്ചിടുകയും എനിക്കറിയാം ചോദിക്കോ എനിക്ക് കിട്ടുമോ? പറഞ്ഞില്ല ടോപ്പ് പ്ലെയറാണ് ടോപ്പ് പ്ലെയർ. ഓക്കെ നമുക്ക് ഇവനെ അടിക്കാം. നമ്മൾ ടൈഗർ ഫ്രൂട്ടാണ് തോന്നുന്നെങ്കിൽ ഉണ്ടോ വന്നോ മറ്റേ എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേ. അത്ര എനിക്ക് ഡയലോഗ് പറയാനേ പറ്റില്ല അതുകൊണ്ട് ഇല്ലതില്ല ഗൈസ്. കറക്റ്റ് ടൈമിങ്ങിലുള്ള ഡയലോഗ് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ആൾക്ക് അടുത്ത ക്വസ്റ്റ് എടുക്കാം. അടുത്ത ക്വസ്റ്റ് നമുക്ക് ജർമ്മീനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഒരു അത്ര ലെവൽ വേണം ഗൈസ്. നമുക്ക് ഈ ഫാക്ടറി സ്റ്റാഫിനെ തന്നെ അടിക്കാം. ആ ഉമ്മനെ അടിക്കണ്ട, വേറെ ഉമ്മനെ അടിക്കാൻ വേണ്ട. നമുക്ക് ഫാക്ടറി സ്റ്റാഫിനെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. നമുക്ക് കുറച്ച് ഒരു 20ാമത്തെ ലെവലൊക്കെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ പിന്നെ ചുള്ള ഗൈസ് 20ാമത്തെ ലെവൽ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഒരു 820ാമത്തെ ലെവൽ എത്തിയിട്ട്. ഓക്കെ എടാ പൗസാക്രാ കട്ടക്ക്. ഓക്കെ ഗൈസ് നമ്മൾ 20ാമത്തെ ലെവൽ അല്ല 818ാമത്തെ ലെവൽ എത്തി. പിന്നെ കോറ് ഫാക്ടറി സ്പോണായി ഗൈസ്. കോർ ഫാക്ടറി സ്പോണായി. കിട്ടും അയ്യോ നമുക്ക് പ്ലാസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അയ്യോ പറ്റില്ല കുഴപ്പമില്ല ഇൻട്രസ്റ്റ് കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ട് പോവാം. പറ്റും നമ്മൾ അവിടെ പോവാം. ഓക്കെ ഞാൻ ലാഗൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അതാ കിട്ടിയില്ല ഗൈസ്. വാ ബ്രോ കിട്ടിയില്ല. വേറെ ആരെങ്കിലും ഇവിടെ കിട്ടിയിട്ടുണ്ടോ? എവിടെ ആരും കിട്ടിയിട്ടില്ല ഇപ്പോൾ. വെളിയിലെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടായി. ഇല്ല ആരും പോയിട്ടില്ല. ഓ വവായ് ആണ് ഗൈസ് നെയിം. ഓക്കെ റോൾ ചെയ്യില്ല ഓടിപ്പോയി അങ്ങോട്ട്. ശരി ഓക്കെ നമ്മൾ ആരൊക്കെ കിട്ടി ഗൈസ്? നമുക്ക് ഫ്രൂട്ട് കിട്ടിയില്ല. ഞാനും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ അടുത്ത ഗ്രൈൻഡിങ്ങൊക്കെ അടിക്കും. ഞാൻ ഗ്രൈൻഡ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫാക്ടറി സ്പോണായി കോറ്. അത് സ്പോണാകുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇതാണാക്കി റെക്കോർഡർ ഓണാക്കി പെട്ടെന്ന് ഇതാക്കി വെച്ചു ഞാൻ. ഓക്കെ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ് എടുക്കാൻ പോവാം. ഓക്കെ പിന്നെ എനിക്ക് ഈ ഡാർക്ക് സ്റ്റെപ്പ് വലിയ മടുപ്പൊന്നുമില്ല ഗൈസ്. നമ്മളിനി അടുത്ത ഇലക്ട്രിക് എടുക്കാൻ പോണത്. പക്ഷേ ഇലക്ട്രിക് നല്ലതാണോ എനിക്കറിയില്ല. ഇലക്ട്രിക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ട് ഗൈസ്. കഴിഞ്ഞൊരു നമ്മുടെ പണ്ടത്തെ അക്കൗണ്ടിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക് സീനാണ്. പക്ഷേ ഡാർക്ക് സ്റ്റെപ്പ് മതിയോ ഇലക്ട്രിക് മതിയോ നിങ്ങൾ കമൻറ്റ് ഗൈസ്. അത് ഇതിലേതാ ബെസ്റ്റ് എനിക്കറിയില്ല. ഓക്കെ ഇത് സാൻസീൻ്റെ പവറാണ് എനിക്കറിയാം. അത് സാൻസീൻ്റെ പവറാണെന്ന് എനിക്കറിയാം. ഓക്കെ പിന്നെ പിന്നെ ഡാർക്ക് സ്റ്റെപ്പിൽ എനിക്ക് കുറച്ച് തോന്നിയത് ഓവർ ഹീറ്റും കുറച്ച് ഡാമേജ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത് ഓവർ ഹീറ്റും ഓറയും. ഇത് രണ്ടെണ്ണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പവറായിരുന്നു ഗൈസ്. അതാണ് എനിക്ക് ബറാജ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ ബറാജ് എബിലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഗൈസ്. വേറെ ബുദ്ധ യൂസ് ചെയ്യുമ്പോൾ അപ്പോഴെനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ നമുക്ക് ഇങ്ങനെ അടിച്ചോക്കാം. ബുദ്ധ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ബറാജ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്ലൈയിങ് കിക്ക് ബ്രേക്ക് ഡാൻസൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ ബുദ്ധയൊക്കെ അവയ്ക്കം ചെയ്യണം. ഇനി അപ്പോൾ അവയ്ക്കം ചെയ്യുമോ ആവോ അറിയില്ല. ഓക്കെ നമുക്ക് അങ്ങനെ നേരെ ഇതാക്കാം. ഗ്രൈൻഡ് കളിക്കുക. ഓക്കെ നമ്മൾ കയ്യിലടിച്ചൊരു 120ാമത്തെ ലെവലൊക്കെ എത്തി. ഒരു പറയാ ഗൈസ് ഇപ്പോൾ. ഓക്കെ പിന്നെ നിങ്ങളുടെ ലെവൽ എത്രയാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ലെവൽ എത്രയാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ അതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്ര അങ്ങനെയൊന്നും പറയില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. ഒന്നിനും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ 20ാമത്തെ ലെവലെത്തി ഗൈസ്. ഇനിയൊരു നമുക്കൊരു 30ാമത്തെ ലെവലെത്താൽ മതി. ഇനിയൊരു 30 ലെവൽ വേണം. ഒരു 30 ലെവൽസ് മോർ വേണം എനിക്ക് കുറച്ചും കൂടി. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ് എടുക്കാം ഗൈസ്. നമുക്ക് സ്വാൻ പൈററ്റ്സിനെ അടിച്ചാലോ? ഓക്കെ വേണ്ട, നമുക്ക് ജർമ്മീനെ ഡിഫീറ്റ് ചെയ്യാൻ ഇനി കുറച്ചും കൂടി
ഇത് വേണം. അടുത്ത പാർട്ടിൽ നമ്മൾ ജർമ്മനി എന്തായാലും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാകും ഗൈസ്, ഉറപ്പാണ്. എന്തായാലും നമ്മൾ അടുത്ത പാർട്ടിൽ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഈ പാർട്ടിനെ കുറച്ചുകൂടി ലെവലപ്പൊക്കെ ആയിട്ട് നമുക്ക് ഈ ബുദ്ധാൻ്റെ ഇമ്പാക്റ്റൊക്കെ പവർ ഉണ്ട് ഗൈസ്. നമ്മൾ പിന്നെ സ്റ്റാറ്റ്സ് പോയിന്റിൽ നമ്മൾ ബ്ലോക്ക് സൂട്ട്സിന് കുറച്ച് 4 ഇട്ട് വെച്ചിട്ടുണ്ട്, മെയിൻ ഡിഫൻസിന് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഞാനിപ്പോൾ സ്റ്റാറ്റ് പോയിൻറ്റ്സ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കമൻറ്റ് ചെയ്ത് അത്ര മതി ഗൈസ്. സ്റ്റാറ്റ് പോയിൻറ്റ്സ് അത്രയും ഇടണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിലൊക്കെ ഇടണം, ഗണ്ണിലിടണം, സ്വാഡിലിടണം, ബ്ലോക്ക് സൂട്ട്സിലിടണം, അല്ലെങ്കിൽ മീരിക്കിടണം, ഡിഫൻസിലിടണം എന്നൊക്കെ പറയും. ഏതിലും ഏറ്റവും കൂടുതൽ വേണ്ടത് പറയുക ഓക്കെ. നമ്മൾ തിരിച്ച് ഇടാം. എൻ്റെ സ്റ്റാറ്റ് പോയിൻറ്റ്സ് ഇപ്പം തന്നെ ഞാൻ വയ്ക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഐറ്റംസിലൊന്നുമില്ല, എപ്പോഴും മനസ്സിട്ടില്ല. നോ അല്ല ഓക്കെ, നോ ഐറ്റംസ് അല്ല ഗൈസ്. ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല ഗൈസ്, ക്വസ്റ്റ്യൻ എടുക്കാണ്ട് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു മണ്ടത്തരം ചെയ്തു. ക്വസ്റ്റ്യൻ എടുക്കാണ്ട് ഞാൻ അടിക്കാൻ തുടങ്ങി. ഒരു മണ്ടത്തരായി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് അടിക്കാൻ പോയി, അല്ല അടിക്കാനില്ല, അമ്മമാരുടെ ഡിഷും ചെയ്യാൻ പോവാം, അടിക്കാൻ പോയി നമ്മൾ. ഓക്കെ, റേഡിയോ എന്തോ കിട്ടി, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ വേറെ പെട്ടെന്ന് എന്തോ കിട്ടി, ഇതൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ സർവർ ഇതാണ് പവർഫുൾ, വേറെ സെർവറിൽ പോകണം കേട്ടോ ഗൈസ്. ഈ സെർവറിൻ്റെ മതി ഇപ്പം അതൊക്കെ ഡീസൻ്റായി പോകുന്നുണ്ട്. ഈ സെർവർ ഇനി എപ്പോൾ ക്രാഷ് ആകുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. എല്ലാ സെർവറിലും പോകുമ്പോൾ ട്രെയിൻ ചെയ്യാനിരുന്നപ്പോഴേക്കും ക്രാഷായി, 2 പ്രാവശ്യം ക്രാഷ് ആയിട്ടുണ്ട് ഇതിൽ. എനിക്ക് സെർവർ എൻ്റെ ഫോണ് ഇതാണോ അല്ലെങ്കിൽ സെർവർ തെറ്റാണോ അറിയില്ല ഗൈസ്. സെർവർ നേരെ കേറിയില്ലെന്ന് അറിയില്ല ഗൈസ്. ശരി, നമുക്കങ്ങനെ അടുത്ത ഇങ്ങനെയൊക്കെ അടിക്കുക. നമ്മൾ ഈ ഓവർ ഹീറ്റൊക്കെ എടുത്തിട്ട് ഡിഷും മടിയാ. ചവറ ചത്ത് ചത്ര അവൻ ചത്തു. ഓക്കെ, നമ്മളൊരു ട്രെയിനിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിന് ഞാനൊരു ഡയമണ്ട്, റബ്ബർ, ഐസ് കൊടുക്കുന്നുണ്ട്. അവനെനിക്കൊരു സൗണ്ട് കേട്ട് ഗൈസ്. നമുക്ക് ഓക്കെ ഇപ്പം കാണിക്കുന്നുണ്ട് ഫീനിക്സ് കേക്ക് കണ്ട് ഗൈസ്. ഇപ്പോൾ സൗണ്ട് ഫീനിക്സ് കേക്ക് ഇതൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഓക്കെ ഗൈസ്, അവനെ ഡയമണ്ട് ഫ്രൂട്ട് ഞാൻ കൊടുത്തു ഗൈസ്, കണ്ട ഗൈസ്. അവപ്പോൾ അടക്കോ വാ ബ്രോ, എടാ ഡയമണ്ട് ഫ്രൂട്ട് കഴിച്ച് ഗൈസ്, വെയിറ്റ് കൊടുത്തു. അതാ അപ്പോഴേ നോക്കുകയാണെങ്കിൽ ഒരുത്തൻ അത് സ്പൈക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുത്തൻ ഡയമണ്ട് ഫ്രൂട്ട് ഇട്ട് കൊടുത്തു. എന്ന് നടക്കുകയാണ് ഗൈസ് ഇവിടെ, ഒന്നും മനസ്സിലാവില്ല ഗൈസ്. എടാ നിനക്കൊന്നും ഫ്രൂട്ട് ഇല്ല, അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടോ അറിയില്ല ഗൈസ്. എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റേ സ്പൈക്ക് ഫ്രൂട്ട് കഴിച്ചിട്ട് ഇരുപത് ഡയമണ്ട് ഫ്രൂട്ട്. ഇതാവൻ എൻ്റെ പേര് ഉണ്ടോ എന്താണ്, അയ്യോ പേര് എടാ ഞാൻ നിനക്ക് ഫ്രൂട്ട് വന്നിട്ട് അവനെന്തോ ഓന് ദേഷ്യം അറിയാണ്ട് കഴിച്ചാണ് പോകുന്നത് ഗൈസ് ഫ്രൂട്ട്. അവൻ അറിയാണ്ട് കഴിച്ച ഫ്രൂട്ട് ഞാനിപ്പോൾ എന്തേനോടാ ഗൈസ്. അവൻ അറിയാണ്ട് ഒരു ഫ്രൂട്ട് ഈറ്റ് കൊടുത്തു ഗൈസ്, അതിനിപ്പോൾ ഞാനെന്തേലും ഗൈസ്. എന്നെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. കൈ തട്ടി ചിലപ്പോൾ ഈറ്റ് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചാൻസ് ഇല്ലല്ലോ. ചിലപ്പോൾ അവൻ എന്തെങ്കിലും സ്റ്റോറൊക്കെ ആയിരിക്കും ആക്കാൻ നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അവനെ വിട്ടടിക്കാം ഗൈസ്. നമുക്ക് എനബിൾ പേടിപ്പിക്കാം. ഓക്കെ നമുക്ക് അവനോട് അവൻ പേടിച്ചാ കണ്ട ഗൈസ്. നമ്മളെ കണ്ട് പേടിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ ഗൈസ്. അല്ല അവിടെ ഉണ്ട് ഗൈസ്, അവൻ ഇവിടെ ഉണ്ട്. ഇനി ഒന്ന് വെളിവാ മോനെ, അന്ന് വെളിവാ. അന്ന് വെളി വന്നോ ഗൈസ്. വെളി വന്ന് ഇട്ട് സേഫ് സോണാണ്, ഇനിയും സേഫ് സോണാണ്. ഓക്കെ, അടിക്കറ അവനെ ഇട്ട് അടിക്കറ അവനെന്താണ് അതാ ഗൈസ്. അവൻ ഐസ് ഫ്രൂട്ടും പോയി തോടുന്നു. അത് അവൻ ഈറ്റ് കൊടുത്തു. അതും അതാ ബ്രോ, അതും ഈറ്റ് കൊടുത്ത് കൊല്ലാറ് ഒരു വിറ്റ്. അപ്പോ എന്തോ പാറിട്ട് അവൻ അടിച്ച് അവനെ കൊല്ലാണ്ട് വിടില്ല. ഉറപ്പാണ് ഞാൻ കൊല്ലാണ്ട് വിടില്ല. നോക്കിയോ അവൻ്റെ കൊല്ലാണ്ട് വിടില്ല. അവൻ നല്ല ഹൈ ലെവലാണ് ഗൈസ്. അവൻ നല്ല ഹൈ ലെവലാണ്. നല്ല ഹൈ ലെവൽ പറഞ്ഞാൽ ഓവർ ഹൈ ലെവലല്ല, നല്ല ഹൈ ലെവൽ സത്യം. അപ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാറുണ്ട്. അപ്പോഴേക്കും ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ഗൈസ്. ബൈ.